ശശി തരൂർ അദ്ദേഹം ലക്ഷ്യമിടുന്ന എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 2 ദിവസമായുള്ള പ്രസ്താവനകളിലൂടെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ആവേശം മാത്രമാണ് ഈ കാണിക്കുന്നത്? അദ്ദേഹത്തിന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ഒരു കംപ്ലൈൻറ്റ്. പിന്നെ അദ്ദേഹം വലിയ വളച്ചുകെട്ട് കൂടാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുവെന്ന്. അത് ഇവിടെ കുറച്ച് ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയോടും അദ്ദേഹം ആ അഭിപ്രായം തന്നെ ഇൻഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ വലിയ താല്പര്യം എടുത്തിട്ടില്ല ആ പ്രപ്പോസലിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമുക്കങ്ങനെ മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയില്ല എന്ന് പറഞ്ഞ് അതിൽ ഞങ്ങളുടെ തല ഊരായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ ആയിട്ട് വലിയ സാധ്യതയൊന്നുമില്ല, ആ രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് തരൂർ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചാലും വിജയിക്കാനായിട്ട് കുറേ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അത്രയും ഇമ്പോർട്ടൻസ് മറ്റ് കോൺഗ്രസ് മെമ്പേഴ്സിന് കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ട് എന്നും തോന്നുന്നു. പിന്നെ സാധാരണ ആരും അങ്ങനെ സ്വയം മുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ട് ഓഫർ ചെയ്യാറില്ല. വേറെ ആരെങ്കിലും പറയും, അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിക്കും. താനങ്ങനെ പറയാറില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നേരിട്ടങ്ങ് ഓഫർ ചെയ്യാണ്. മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വളരെ പോപ്പുലറാണ്, ഇവിടെ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള കോൺഗ്രസ് ലീഡറാണ്. അദ്ദേഹത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിന് വോട്ട് കിട്ടാനുള്ള സാധ്യത അതുകൊണ്ട് കൂടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ പൊതുവിൽ സ്വീകാര്യതയുണ്ട്. ആ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പ്രതീക്ഷിക്കുന്നതിലും കാക്ഷിക്കുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ അത്ര ഭംഗിയില്ല. വേറെ ആരെ കൊണ്ടെങ്കിലുമൊക്കെ പറയിപ്പിക്കുന്നതാണ് ഇതിലും കുറച്ചുകൂടി നല്ലത്. അല്ലാതെ ആ ഒരു പക്ഷേ ആ പാർട്ടിയിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിക്കൂടെ? അതാകാം. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമായിട്ട് പുള്ളി അത്ര യോജിച്ച് അത്ര സന്തോഷത്തിലല്ല പോകുന്നത്. ഈസ് ബിഗ് മാൻ, വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്, ഓൾ ഇന്ത്യ ഫിഗറാണ്. പക്ഷേ ഈ കേരളത്തിലെ നേതൃത്വമായിട്ട് അത്ര ഒരു കൂടിച്ചേർന്നും പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പുള്ളിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ കാരണം കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനും അദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സിമ്പതിയെങ്കിലും കാണിച്ചിരിക്കുന്നത് സുധാകരനാണ്. അത് പക്ഷേ വേറെ കാരണം കൊണ്ടാണ്. സുധാകരനെതിരെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സുധാകരന് അല്പം സപ്പോർട്ട് പറഞ്ഞു. അങ്ങനെ ഒരു പേഴ്സണൽ ഓബ്ലിഗേഷൻ്റെ പേരിൽ പറയുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ ട്രിവാൻഡ്രത്തോ കേരളത്തിലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ചുരുക്കമാണ്. അധികം പുള്ളി കേന്ദ്രത്തിൽ ഒക്കെ ആയിട്ടാണ് അറിയുന്നത്. അദ്ദേഹം CWC മെമ്പറാണ്, MP ആണ്, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, പിന്നെ പാർലമെൻറ്റ് മെമ്പറാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ഡൽഹിയിൽ അങ്ങനെ കൂടാനാണ് അദ്ദേഹത്തിന് താല്പര്യം. കേരളത്തിലേക്ക് അധികമായിട്ടൊന്നും വരാറില്ല, വല്ല പ്രത്യേക അത്യാവശ്യം. എന്തുകൊണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു വിശ്വപൗരൻ തന്നെയല്ല അദ്ദേഹം വിശ്വപൗരനാണ്. പക്ഷേ ഇവിടെ വരുന്നത് രാഷ്ട്രീയത്തിലൂടെയാണല്ലോ വരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് കയറിയാണല്ലോ പതിവ്. അല്ലാതെ വിശ്വപൗരനാണെന്നുള്ളത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയാക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, വളരെ കാലമായിട്ട് ഇവിടെ ഈ ഫീൽഡിലുള്ളവർക്ക്. അപ്പോൾ അവരത് അത്ര എളുപ്പത്തിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഉള്ള ഷർട്ടും റെഡിയാക്കി നടക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പലർക്കും ആ ആഗ്രഹമുണ്ട്. സുധാകരനായി കഴിഞ്ഞാലും VD സതീശനായി കഴിഞ്ഞാലും രമേശ് ചെന്നിത്തലയ്ക്ക് ആയിക്കഴിഞ്ഞാലും അവരോട് ആരോടും മുഖ്യമന്ത്രിയാകാമോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയില്ല. അവരൊക്കെ അതിന് റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം വന്ന് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ താല്പര്യം മറ്റുള്ള നേതാക്കൾ കാണിക്കില്ല. ജനങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കാം, അതേപോലെ തരൂറിനും താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ആ താല്പര്യം ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അത് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പലരും ഇതിന് ആസ്പിറേഷൻ കൊണ്ട് നടക്കുന്നതാണ്, മുഖ്യമന്ത്രിയാകാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ. പിന്നെ വേറെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ തരൂരിൻ്റെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ മറ്റു വഴികൾ പലതും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് പല അർത്ഥങ്ങളാകാം. ഒരു സ്വന്തം പാർട്ടിക്കാർ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്. എനിക്ക് കോൺഗ്രസ്സിൽ വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലെങ്കിൽ, സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികളുണ്ടെന്ന് പറയുന്നത് ഒരു അങ്ങനെയാകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതാണെന്ന് തോന്നണോ? ദർ ആർ മെനി ടേക്കേഴ്സ്. എന്നെ ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളും, ആർക്കും എന്നോട് താല്പര്യമാണ്, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാണെന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ധ്വനി.
പക്ഷേ അദ്ദേഹം അതിന് തടയിട്ട് വേറൊരു സെൻറ്റൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്, എഴുത്ത്, വായന മുതലായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എഴുത്തും വായനയൊക്കെ വളരെ കാര്യമായിട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം അല്ലെങ്കിൽ എനിക്ക് വേറെ മാർഗം കൊണ്ട് എഴുത്തുണ്ട് വായനയുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എഴുത്തിലും മറ്റു കാര്യങ്ങളിലും നീളെ വ്യാപൃതനായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പം അത്രയും എഴുത്തിലേക്കൊന്നും അത്രയും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇപ്പം അത് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിലൊരു ഡിസിപ്ലിനറി ആക്ഷനൊന്നും വരണ്ടെന്നാണ്. എൻ്റെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ എനിക്ക് മറ്റു മാർഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP തന്നെ എടുക്കാൻ തയ്യാറാണ്, CPM തന്നെ എടുക്കാൻ തയ്യാറാണെന്നാണ്. CPM വളരെ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. CPM ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും കാതോർത്ത് കണക്കാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പം തന്നെ സപ്പോർട്ട് പറയുന്നുണ്ട്. അവർ വേറെ ഒരു അഭിപ്രായം പറയുന്നതിനോട് അതിനോട് ബഹുമാനം കാണിക്കണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറയുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഇതേപോലെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം MV രാഘവനൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, KR ഗൗരി പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് വേറെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ മറ്റുള്ള പാർട്ടിയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുമ്പോൾ അവർക്ക് വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു കാലത്ത് ആന്റണി ഇതേപോലെ പറയുമായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നു. ഇപ്പോൾ എമർജൻസി കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ അന്നൊക്കെ ആന്റണിക്ക് വളരെ സപ്പോർട്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. പിന്നെ ആന്റണി ചീഫ് മിനിസ്റ്ററായി, അപ്പോൾ ആന്റണിയെ ഇഷ്ടമല്ലാതായി. അപ്പോൾ അദ്ദേഹത്തിന് മറ്റു പലരെയും ആയി, CPM-നും മറ്റു പലരെയും ആയി ഇഷ്ടം. ആന്റണി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് എപ്പോഴും കരുണാകരനൊക്കെ ആയിട്ടുള്ള തർക്കം വന്നു കഴിയുമ്പോൾ ആന്റണിയുടെ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരിക്കും. ആന്റണിയെ വലിയ മാന്യനായിട്ട് CPM കാണിക്കാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാര്യം മാറി. പിന്നെ നമുക്കറിയാം കരുണാകരൻ DIC എന്നൊക്കെ പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി, കോൺഗ്രസിനെതിരായിട്ട് മാറി. അക്കാലത്ത് കരുണാകരന് വളരെ ഇഷ്ടമായിരുന്നു. അത്രയും കാലം കരുണാകരനെ കരിങ്കാലി എന്നൊക്കെ വിളിച്ചു നടന്നു. പക്ഷേ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ടുള്ള രീതിയിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ റൂളിംഗ് ആ വിഭാഗത്തിനെതിരായിട്ട് വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വേഗം സ്വാഗതം ചെയ്യും. അല്ലാത്തപ്പോൾ ഇവരൊക്കെ വില്ലൻസായിട്ട് മാറുകയും ചെയ്യും. കരുണാകരൻ കോൺഗ്രസിൽ നിന്നും പതുക്കെ മാറിയ DIC ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരോട് താല്പര്യം ഉണ്ടായതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഓൾമോസ്റ്റ് ഈ LDF-ൽ ചേർക്കുന്ന ഘട്ടം വരെ എത്തിയതാണ് കരുണാകരന്. പക്ഷേ അച്യുതാനന്ദനെ എതിർത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിണറായി വിജയന് കരുണാകരനെ ചേർക്കാനായിട്ട് വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് ആരെങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവിധ സപ്പോർട്ടും അവർ കൊടുക്കും. അത് അവരുടെ പതിവാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എന്തായാലും ഈ തരൂരിന് എല്ലാവിധ മോറൽ സപ്പോർട്ടും കൊടുക്കും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ദാറ്റ് ഹസ് ബിൻ ദെയർ ട്രഡീഷൻ. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ തരൂരിൻ്റെ ചില ക്ലെയിംസിനൊക്കെ പറ്റി കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് തരൂർ പറയണത് അദ്ദേഹം സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്ത് ജയിച്ചു വരുന്നു. ആ ട്രിവാൻഡ്രത്തെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മേന്മ അദ്ദേഹം ജയിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും അത് അംഗീകരിക്കുന്നില്ല. ഒന്നാമത്തെ നമുക്കറിയാം, കഴിഞ്ഞ 2 പാർലമെൻറ്റ് ഇലക്ഷനിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം കോൺഗ്രസ്സുകാരൊക്കെ ജയിച്ചു. അവരൊക്കെ വലിയ എക്സ്ട്രാ പ്രഗത്ഭന്മാരായിട്ടൊന്നുമല്ല. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു ഈ കഴിഞ്ഞ 2 പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നത്. പാർലമെൻറ്റിലാണ് തരൂർ മത്സരിച്ചത്. അപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച കോൺഗ്രസ്സുകാരൊക്കെ ഒരുവിധം എല്ലാവരും തന്നെ ജയിച്ചിരുന്നു. അതുകൊണ്ട് ഇത് അത്ര എക്സെപ്ഷണൽ ഒരു ഫീറ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 2 ഇലക്ഷനിലും ജയിച്ചിരിക്കുന്ന വലിയ മാർജിനിലൊന്നുമല്ല. കഷ്ടിച്ച് ടച്ച് ആൻഡ് ഗോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് പോയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഒരു സ്റ്റേജിൽ BJP കാൻഡിഡേറ്റിനേക്കാളും കുറവ് വോട്ടിലായിരുന്നു തരൂർ നിന്നിരുന്നത്. ഈ തരൂർ തോക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തിന് NSSൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിന് തരൂരിനോട് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് അവിടെ ഈ പാലസ്തീൻ പ്രശ്നത്തിൽ ചർച്ച നടന്നു കഴിഞ്ഞപ്പോഴൊക്കെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് തരൂർ സംസാരിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇപ്പോൾ പഴയ താല്പര്യം ഒന്നുമില്ല. അതാണ് അവസ്ഥ. പിന്നെ ഈ CPM-ലേക്ക് പോകും എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അത്ര വലിയ ഭീഷണി ഒന്നുമായിട്ട് കോൺഗ്രസ് കണക്കാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ൽ അങ്ങനെ ഓടിച്ചെന്നിട്ട് അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടക്കു പുറത്തൊന്നും പറയുള്ളൂ. അല്ലാതെ വലിയ അംബിഷനും കൊണ്ടൊന്നും അങ്ങനെ ചെന്നിട്ട് കാര്യമില്ല CPM-ലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ തരൂരിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പറയുന്നത് എഴുത്തും വായനയൊക്കെയാണ്. പക്ഷേ മറ്റ് പാർട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ അങ്ങോട്ട് പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നിലവിലുള്ളത്. നമുക്ക് നോക്കാം, അത് കാത്തിരുന്ന് കാണാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.